ബൈബിളിൽ 365 തവണ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. ഞാൻ എണ്ണിയിട്ടില്ല കേട്ടോ. ഭയപ്പെടേണ്ട എന്ന് ഒരുപാട് തവണ പരിശുദ്ധാത്മാവ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭയം എന്ന് പറയുന്ന ഇമോഷന് നിങ്ങളുടെ ജീവിതത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിനെ നിയന്ത്രിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മനുഷ്യന്മാരെയാണ് ഭയമെങ്കിൽ മനുഷ്യന്മാരാണ് നിങ്ങളുടെ ജീവിതത്തിനെ ഭരിക്കുക, കൺട്രോൾ ചെയ്യുക. ആ മനുഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് സാഹചര്യങ്ങളെയാണ് പേടിയെങ്കിൽ സാഹചര്യങ്ങളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇനി നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതായത് നിങ്ങൾ ഈ ഭയപ്പെടുന്നത് എന്താ, മറ്റുള്ളവർ എന്നെക്കുറിച്ച്, നിങ്ങൾക്ക് മനുഷ്യരെ പേടിയാന്ന് വിചാരിക്കാം, മനുഷ്യന്മാർ എന്നെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയും അല്ലെങ്കിൽ മനുഷ്യന്മാർ എന്നെ ഉപദ്രവിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നത് ഒരുതരം വിശ്വാസം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങനെ ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതൊരു ബിലീവായിട്ട് മാറുന്നുണ്ട്, ഒരു ബിലീഫായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ മാറുന്ന സമയത്ത് അത് നിങ്ങളുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്തെങ്കിലും മനുഷ്യന്മാർ എന്നെ ചെയ്യും അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യും, എന്തെങ്കിലും എനിക്ക് മോശമായിട്ട് സംഭവിക്കും. അപ്പോൾ അതൊരു വിശ്വാസമായി മാറി. വിശ്വാസം എന്ന് നിങ്ങളുടെ ചിന്തയായി മാറി. ചിന്തയായി മാറുന്നത് പിന്നീട് ആക്ഷനായിട്ട് മാറും. അതായത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യും എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. എനിക്ക് പേടിയാണ് ക്രിട്ടിസൈസ് ചെയ്യുക. എന്തായാലും ആളുകൾ എന്നെ കുറ്റം പറയാൻ പോകുന്നുണ്ട്, ആളുകൾ എനിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ ഭയപ്പെടുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അതൊരു ഭയം എന്ന് പറയുന്നത് നമ്മുടെ അടിമനസ്സിൽ കിടക്കുന്ന ഒരു തോട്ട് തന്നെയാണ്. അപ്പം അതുപോലെ ആ സംഗതി എന്താ, എന്നെ അത് പറയാൻ ഭയപ്പെടുത്തുമ്പോൾ എനിക്കൊരു മെൻ്റൽ ബ്ലോക്ക് വരും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് പേടി തോന്നും. അപ്പം ഞാൻ സംസാരിക്കാതിരിക്കും. അപ്പം ഞാൻ എൻ്റെ കഴിവുകളും ശേഷികളും ഉപയോഗിക്കില്ല. മനുഷ്യരെ പേടിച്ചുകൊണ്ട് ഞാൻ ഉൾവലിയാൻ തുടങ്ങും, ഞാൻ മുന്നോട്ട് വരാതിരിക്കും. സോ ഞാൻ നാണയം കുഴിച്ചിട്ട വൃത്യൻ്റെ അവസ്ഥയിലാവും എൻ്റെ കാര്യം. അവൻ ഭയപ്പെട്ടു, അവൻ കുഴിച്ചിട്ടു, എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. സോ ഈ ഭയത്തിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. മനുഷ്യനെ പേടിക്കുക എന്ന് പറയുന്നത് ഫൂളിഷ്നെസ് ആണ്, വിഡ്ഢിത്തമാണ്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം മനുഷ്യനെ, അതായത് നിങ്ങൾ പേടിക്കുകയാണ്, ആ മനുഷ്യൻ വിചാരിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യർ എന്നെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവവിശ്വാസത്തിൽ പുറകിലാണ്, നിങ്ങളൊരു നല്ല ഭക്തനല്ല. കാരണം ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങളുടെ ഒന്നാമത്തെ വിശ്വാസം. അത് മനുഷ്യനെ കൊണ്ട് അത് തകർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഏത് ലോജിക്ക് വെച്ചിട്ടാണ് വിശ്വസിക്കുന്നത്? അതായത് ദൈവത്തിനേക്കാൾ പവർ ഉണ്ടോ മനുഷ്യന്? നിങ്ങളുടെ ദൈവത്തോട് ചേർന്നാണോ നിങ്ങൾ നിൽക്കുന്നത്? ദൈവത്തിന് നിരക്കാത്തൊരു കാര്യമൊന്നും അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സത്യമാണോ പറഞ്ഞത്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, അതായത് തിന്മയായ എന്തെങ്കിലും ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഓക്കെ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട് തിന്മ ചെയ്യുന്നവൻ എല്ലാം കണ്ടു കഴിഞ്ഞാൽ പേടിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് പോവാം, നമുക്ക് തന്നെ അറിയാം നമ്മൾ ചെയ്തത് ശരിയല്ല. പക്ഷെ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള പാട്ട് നിങ്ങൾ നന്നായി ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും ബ്ലെസ് ചെയ്യും. ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ഉയർത്തിയ കൈ ഒരു മനുഷ്യനെ കൊണ്ട് തടയാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്? മനുഷ്യന്മാരെ പേടിക്കരുത്, അവർക്കൊന്നും നിങ്ങളെ ചെയ്യാൻ സാധിക്കില്ല. ദൈവമാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദൈവത്തിനാണ് പവർ, മനുഷ്യനല്ല. നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതാണ് നിങ്ങളുടെ ദൈവമായിട്ട് മാറുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്. സോ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക. ദൈവം നമ്മളോട് പറയുന്നത് എന്താ? ദൈവത്തെ ഭയം എന്നല്ല പറയുന്നത്, ദൈവം സ്നേഹമാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം കൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുന്നത്. ആരും നിങ്ങളെ ഭയപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. സംവിധാനങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്താൻ പാടില്ല, അതിനേക്കാൾ വലിയവനാണ് ദൈവം. വ്യക്തികൾ നിങ്ങളെ ഭയപ്പെടുത്താൻ പാടില്ല, അതിനേക്കാൾ വലിയവനാണ് ദൈവം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അതിനേക്കാളും ഉയർന്നവനാണ് ദൈവം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? മനുഷ്യന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. പക്ഷെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിന് അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കാനും എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാനൊരു ദൈവവിശ്വാസിയാണെങ്കിൽ വിഗ്രഹാരാധകരായിട്ട് മാറരുത്. നിങ്ങളുടെ വിഗ്രഹം മനുഷ്യരായിട്ട് മാറരുത്. മനുഷ്യർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രയും വില കൂടിയ ഒരു സൃഷ്ടിയാണ് നിങ്ങൾ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവദൂതന്മാരായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പടവെട്ടാൻ പോകുന്നത് സ്വർഗീയ ഗണമാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ ഭയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ ഭയമാണ്, അവിടെ എന്താ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കില്ലേ? പിന്നെ നിങ്ങൾ പോകണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അവിടെ വിജയമൊന്നും തരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഇതെങ്കിൽ, അതായത് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അനുസരിച്ചിട്ട് 2026 എനിക്ക് ഇന്ന അനുഗ്രഹം കിട്ടണമെന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് 10 അല്ല 100 അല്ല എത്ര മനുഷ്യന്മാരെ അതിൽ കിടന്ന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചാലും ഒന്നും സംഭവിക്കില്ല. കാരണം അത് ദൈവം എനിക്ക് വെച്ചിട്ടുള്ളതാ, അത് മനുഷ്യന് തടയാൻ പറ്റില്ല. ഞാൻ ദൈവത്തിന് മുമ്പിൽ, കർത്താവ് എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന് മുമ്പിൽ എളിമയോടുകൂടെ നിൽക്കുക, തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തും. ഒന്നിനെയും കുറിച്ച് ഭയപ്പെടരുത്. മനുഷ്യന്മാരെ നിങ്ങളെ ഭയപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കരുത്. ഇനി സാഹചര്യങ്ങളെ ഭയപ്പെടരുത്. എൻ്റെ ജോലി പോകുമോ, ഇങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും, ഇതിനൊക്കെ ക്രമീകരിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. ഇതിൻ്റെ മേലൊക്കെ അധികാരമുള്ളവനാണ് ദൈവം. സോ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവം നിങ്ങളെ
ദൈവത്തോട് ചേർന്ന് നിൽക്കുക. സർവശക്തൻ കൂടെയുള്ളവൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. പണമില്ലാത്തതിനെ ഭയപ്പെടണ്ട, കർത്താവിന് വിശ്വസിക്കണമെന്നേ. ഇതൊന്നും അല്ല നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നത്, ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നത്. ദൈവത്തിനെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, പുല്ല് കരിയുന്നുണ്ട്, പുഷ്പം ആടുന്നുണ്ട്, നീ എന്തിനാ ആകുലപ്പെടുന്നത്? ഇന്ന് എന്ത് ഉടുക്കും, എന്ത് കഴിക്കും എന്നതിനെ കുറിച്ച് നീ എന്തിനാ ആകുലപ്പെടുന്നത്? കാരണം ദൈവം പറഞ്ഞതല്ലേ, ബൈബിളിൽ ദൈവം പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ ആകുലപ്പെടുന്നത്? നിങ്ങൾ ഭയപ്പെടുന്നില്ല. ഇന്ന് മുതൽ നിങ്ങൾ ഭയപ്പെടുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക. നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഭയം മാറാൻ തുടങ്ങും. ഭയം മാറുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് ചിന്താശേഷി വളരാൻ തുടങ്ങും. നിങ്ങളുടെ കപ്പാസിറ്റികൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ശേഷികൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ ലൈഫിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ പോയാൽ എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് സക്സസ് ഉണ്ടാക്കാൻ പറ്റുക, എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ പറ്റുക, എന്താണ് ഞാൻ ലൈഫിൽ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ പഠിക്കേണ്ടത്. ഇതിനൊക്കെ നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ പ്രഷറിൽ വരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെ ക്ലാരിറ്റി കിട്ടത്തില്ല. നിങ്ങൾ മനുഷ്യരെ പേടിക്കരുതെന്നേ. മനുഷ്യർക്ക് അതിന് മാത്രമുള്ള പവറൊന്നും ഇല്ല. ഒന്നും ചെയ്യാൻ മനുഷ്യന്മാർക്ക് സാധിക്കില്ല. ദൈവം അനുവദിക്കാത്ത ഒരു കല്ലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ദൈവം അനുവദിച്ചിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള നന്മയായിട്ടുള്ള പദ്ധതി പ്രകാരമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, ഭയപ്പെടരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഭയപ്പെടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. മനുഷ്യന്മാരെ നിങ്ങളെ ജീവിതത്തിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. സാഹചര്യങ്ങളെ ഭയപ്പെടരുത്, അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുക. ഒരു സ്വർഗീയ ഗണം നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാവൽ മാലാക നിങ്ങൾക്ക് പകരം ചിറക് വിടർത്തി നിങ്ങളുടെ കാവൽ മാലാക ചിറക് വിടർത്തി നിങ്ങളുടെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുക. ആമേൻ.